കനത്ത മഴയ്ക്ക് അയവ് വന്നിട്ടുണ്ടെങ്കിലും കോട്ടയം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. പാല ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ ദുരിതം തുടരുകയാണ്. അതേസമയം പെട്ടെന്നുണ്ടായ ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടമാണ് കിഴക്കൻ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. മണിമലയാറ്റിലും മീനച്ചിലാറ്റിലും ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് നിലവിലത്തെ സാഹചര്യം? പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നൊക്കെ വെള്ളം താഴ്ന്നുവെങ്കിൽ പോലും ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ പ്രശ്നം അതെങ്ങനെ പരിഹരിക്കുന്നു, എങ്ങനെ നേരിടുന്നു അതിനെ? എൽദോ, ഈ പതിവായി ആദ്യ ദിവസങ്ങളിൽ വെള്ളപ്പൊക്കത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ കിഴക്കൻ മേഖലയിലാണ് ദുരിതം വിതയ്ക്കുന്നതെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് ആ ദുരിതം തുടരും. കിഴക്കൻ മേഖലകളിൽ നിന്ന് ഒരുപക്ഷെ ഉരുൾപൊട്ടൽ പോലുള്ള വലിയ ദുരന്തമുണ്ടാകുമ്പോൾ അതിൻ്റെ ആഘാതം വലിയ തോതിൽ ഉണ്ടാകുന്നു. പക്ഷേ പടിഞ്ഞാറൻ മേഖലയുടെ ദുരിതം മറ്റൊരു തരത്തിലാണ്. ദിവസങ്ങളോളം നീളുന്ന വെള്ളക്കെട്ടാണ് പടിഞ്ഞാറൻ മേഖലയിൽ ഉണ്ടാകുന്നത്. കോട്ടയത്തിന്റെ ഈ നഗരത്തിന് പടിഞ്ഞാറുള്ള അയ്മനം, തിരുവാർപ്പ, കുമരകം ഉൾപ്പെടെയുള്ള മേഖലകളിൽ, ആർപ്പൂക്കര ഉൾപ്പെടെയുള്ള മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് ഈ വെള്ളക്കെട്ട് ദുരിതമായി തുടരുന്നത്. ഇന്നലെ രാത്രി തന്നെ ഇല്ലിക്കൽ കവലയിൽ ഉൾപ്പെടെ, അതായത് കോട്ടയം കുമരകം റോഡിലെ ഇല്ലിക്കൽ കവലയിൽ ഉൾപ്പെടെ വെള്ളം കയറിയിരുന്നു. പക്ഷേ പിന്നെയും മഴ പെയ്യാത്തതോടെ ഒരല്പം ദുരിതത്തിന് ശമനം വരികയും വെള്ളം പതുക്കെ ഇറങ്ങാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മേഖലകളിലൊക്കെ ഒരല്പം പതുക്കെ മാത്രമേ വെള്ളം ഇറങ്ങുകയുള്ളൂ. പാലാ നഗരമാണ് ഇന്നലെ വെള്ളം വല്ലാതെ കയറിയ മറ്റൊരു സ്ഥലം. അവിടെ നിന്നും വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത്രയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു മാറിയിട്ടില്ല. പക്ഷേ നഗരങ്ങളിൽ വലിയ ദുരിതമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് അർദ്ധരാത്രിയൊക്കെയാണ്. യാതൊരു മുന്നറിയിപ്പോ യാതൊന്നും അറിയാതെ പെട്ടെന്ന് ഉരുൾപൊട്ടിയെത്തിയ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ കടകളിലേക്കൊക്കെ കാര്യമായി വെള്ളം ഇരച്ച് കയറുന്നു. അങ്ങനെ പാലാ നഗരത്തിൽ ഏതാണ്ട് മിക്കവാറും നല്ലൊരു ശതമാനം വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറിയത് വലിയ ദുരിതമായി. ഇവിടെയുള്ള വ്യാപാരികൾക്ക് വലിയ നഷ്ടം വിതയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈരാറ്റുപേട്ട നഗരത്തിലും സമാനമായ സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ കയറാത്ത പലയിടത്തും ഈ ഉരുൾപൊട്ടിയെത്തിയ വെള്ളം കയറുന്നു. ഒപ്പം തന്നെ ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ ഇന്നും വലിയ കല്ലുകൾ കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പകൽ ഗതാഗതം അതുവഴി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വലിയ കല്ലുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ തുടരുകയാണ്. പൂഞ്ഞാർ തെക്കേക്കരയിൽ 2 പേർ ഇന്നലെ ഉരുൾപൊട്ടലിൽ മരിച്ച അമ്മയുടെയും മകൻ്റെയും പൊതുദർശനം ഇന്ന് രാവിലെ തുടങ്ങി. 3 മണിയോടുകൂടി പൂഞ്ഞാർ തെക്കേക്കര അവിടെ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ ഉള്ളത്. എന്തായാലും വലിയ ദുരിതമായി പെട്ടെന്നൊരു രാത്രി കൊണ്ടാണ് പെയ്തെത്തിയതെങ്കിലും വലിയ ദുരിതം അവശേഷിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിലവിലെന്തായാലും ഇന്ന് പകൽ കാര്യമായി ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ മഴയില്ലായിരുന്നു. പക്ഷേ ഏതാണ്ട് 11:30യോടുകൂടി ഈരാറ്റുപേട്ടയിൽ ശക്തമായൊരു മഴ പെയ്തു. അതിനപ്പുറം കിഴക്കൻ മേഖലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇങ്ങനെ ശക്തമായ മഴ പെയ്തു. പക്ഷേ പൂർണ്ണമായും മഴയുടെ ഒരു അന്തരീക്ഷം എന്ന് പറയാൻ കഴിയില്ല. തുടർച്ചയായ മഴകൾ അല്ല പലയിടത്തും ഉള്ളത്. കോട്ടയം നഗരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ രാവിലെ മുതൽ തന്നെ മഴയില്ല. അപൂർവമായി ചാറ്റൽ മഴ ചിലയിടങ്ങളിൽ പെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് വെയിൽ തെളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. എന്തായാലും ഈ വെയിൽ തുടർന്നാൽ ഒരുപക്ഷെ ഈ ദുരിതം ഒഴിഞ്ഞു പോയേക്കാം. ഇനിയും മഴ തുടരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് ജനജീവിതമാകെ താറുമാറാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. ശ്രീജിത്ത്, കോട്ടയത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.